Welcome back to Bosco Campus Vision. This is the 56th lecture of Web Design and Production for Business. Topic XML Syntax or Structure. In this lecture, first of all, we are going to discussing about differences between HTML and XML. What are the differences between XML and HTML? For hypertext markup language, and also its XML stands for Extensible Markup Language. HTML is a static, XML is dynamic. HTML is a markup language. XML provides framework to define markup languages. Then HTML can ignore small errors, but XML does not allow errors. HTML is not case sensitive, but XML is case sensitive. അപ്പം HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. XML ആണെങ്കിൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTML സ്റ്റാറ്റിക് പേജസ് ആയിരിക്കും, XML ആണെങ്കിൽ ഡൈനാമിക് ആയിരിക്കും. HTML എന്ന് പറയുന്നത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണെങ്കിൽ XML എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ടു ഡിഫൈൻ മാർക്കപ്പ് ലാംഗ്വേജസ്. സ്മോൾ എറേഴ്സൊക്കെ HTML എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു. എന്നാൽ എറേഴ്സ് ഒന്നും അലൗ ചെയ്യുന്നില്ല XMLൻ്റെ കേസിൽ. നമുക്കറിയാം HTML എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് അല്ല, എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷേ XML എന്ന് പറയുന്നത് എന്താണ്? ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് HTML ടാഗ്സ് ആർ പ്രീ ഡിഫൈൻഡ് ടാഗ്സ്, വേർ XML ടാഗ്സ് ആർ യൂസർ ഡിഫൈൻഡ് ടാഗ്സ്. നമ്മൾ പറഞ്ഞായിരുന്നു പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ ടാഗുകളാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. എന്നാൽ XMLൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടാഗുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ടാഗുകളാണ് XML യൂസ് ചെയ്യുന്നത്. അടുത്ത HTMLൻ്റെ അകത്ത് ദെയർ ആർ ലിമിറ്റഡ് നമ്പർ ഓഫ് ടാഗ് ഇൻ HTML. അതായത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറേ സെറ്റ് മാത്രമേ HTMLൻ്റെ അകത്തുള്ളൂ. എന്നാൽ XMLൻ്റെ അകത്ത് ടാഗ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് പ്രിസർവ് വൈറ്റ് സ്പേസസ്, ബട്ട് വൈറ്റ് സ്പേസസ് ക്യാൻ ബി പ്രിസർവ്ഡ് ഇൻ XML. HTMLൻ്റെ അകത്ത് വൈറ്റ് സ്പേസസ് ചെയ്യുന്നില്ല, XMLൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. HTML ടാഗ്സ് ആർ യൂസ്ഡ് ഫോർ ഡിസ്പ്ലേയിങ് ദ ഡേറ്റ. HTML ടാഗുകളെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്കുള്ള ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ XML ടാഗ് ആർ യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിങ് ഡേറ്റ, നോട്ട് ഫോർ ഡിസ്പ്ലേയിങ്. ഇൻ HTML ക്ലോസിംഗ് ടാഗ്സ് ആർ നോട്ട് നെസസറി, ബട്ട് ഇൻ XML ക്ലോസിംഗ് ടാഗ്സ് ആർ നെസസറി. നമ്മൾ HTMLൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട് IMG എന്ന് പറഞ്ഞ ടാഗിനൊന്നും ക്ലോസിംഗ് ടാഗ് ഇല്ല. ആ ക്ലോസിംഗ് ഇല്ലാത്ത ടാഗുകളെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? MD ടാഗുകൾ എന്ന് പഠിച്ചായിരുന്നല്ലേ. അപ്പം ഈ HTMLൻ്റെ അകത്ത് എന്താണ്? ക്ലോസിംഗ് ടാഗ്സ് നെസസറി അല്ല, ബട്ട് XMLൻ്റെ അകത്താണെങ്കിൽ എന്താണ്? ക്ലോസിംഗ് ടാഗ് നെസസറി ആണ്. അപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്നതിനെല്ലാം എന്ത് ചെയ്തിരിക്കണം? ക്ലോസ് ചെയ്തിരിക്കണം. XML Declaration. The XML document can optionally have an XML declaration. It is written as follows: angle bracket question mark XML version is equal to double quotes in 1.0 encoding is equal to UTF-8 double quotes close ചെയ്തു question mark angle bracket close ചെയ്തു. Where version is the XML version and encoding specifies the character encoding used in the document. അപ്പം വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് XML വേർഷനാണ് യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എൻകോഡിങ്ങിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് എന്താണ്? ക്യാരക്ടർ എൻകോഡിംഗ് ആണ്. ആ ഡോക്യുമെൻ്റ് അകത്ത് യൂസ് ചെയ്തേക്കുന്ന ക്യാരക്ടറിൻ്റെ എൻകോഡിംഗ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. Then going to what are the syntax rules for XML declaration. The XML declaration is case sensitive and must begin with XML, where XML is written in lowercase. If documents contain XML declaration, then it strictly needs to be the first statement of the XML document. Then XML syntax or structure. First one, XML documents must have a root element. XML contain one root element that is the parent of all other elements. XML documentsന് ഒരു root element എപ്പോഴും കണ്ടിരിക്കണം. എക്സാമ്പിൾ ആണ് ഇതിൻ്റെ കൊടുത്തേക്കുന്നത്, ശ്രദ്ധിച്ച്. റൂട്ട്, ചൈൽഡ്, അതിൻ്റെ അകത്ത് സബ് ചൈൽഡ്, ആ സബ് ചൈൽഡിന് ക്ലോസിങ് ടാഗ്, അത് കഴിഞ്ഞ ശേഷം ചൈൽഡിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെ അതുപോലെ തന്നെ ക്ലോസിങ്,
അതുപോലെ തന്നെ റൂട്ടിന് ക്ലോസിംഗ് ടാഗ്. അപ്പോൾ XML ഡോക്യുമെൻറ്റ്സിന് എപ്പോഴും ഒരു റൂട്ട് എലമെൻറ്റ് കണ്ടിരിക്കണം. അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റൂട്ട് ചൈൽഡ്, ദെൻ സബ് ചൈൽഡ്, ദെൻ ക്ലോസിംഗ് സബ് ചൈൽഡ്, ദെൻ ക്ലോസിംഗ് ചൈൽഡ്, ദെൻ ലാസ്റ്റ് വൺ ക്ലോസിംഗ് റൂട്ട്. എക്സാമ്പിളാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ആ വേർഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന സെൻറ്റൻസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം റൂട്ട് എലമെൻറ്റ് നമ്മുടെ ഇവിടെ നോട്ട് NOTE എന്നുള്ള നോട്ടാണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നോട്ടെന്ന് പറഞ്ഞ ആ ടാഗിൻ്റെ ചൈൽഡാണ് ടു. എന്താണ് TO എന്നുള്ള 2 കൊടുത്തേക്കുന്നത്. നോക്കിയേ, ടോ എന്ന് നെയിം കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഫ്രം എന്താണ് ജാനി എന്ന് കൊടുത്തു. ആ ഫ്രം ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഒരു ഹെഡിങ് റിമൈൻഡറിന് കൊടുത്തു. ഹെഡിങ് ക്ലോസ് ചെയ്തു. ബോഡിക്കകത്ത് കൊടുത്തേക്കാണ് ഡോണ്ട് ഫോർഗെറ്റ് മീ ദിസ് വീക്കെൻഡ്. ബോഡി ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ റൂട്ട് എലമെൻറ്റ് എന്ത് ചെയ്തു, നോട്ടെന്ന് പറഞ്ഞ റൂട്ട് എലമെൻറ്റ് എന്ത് ചെയ്തു, അവിടെ ക്ലോസ് ചെയ്തു. അപ്പം നോട്ടെന്ന് പറയുന്നതാണ് ഇവിടുത്തെ റൂട്ട് എലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം XML ഡോക്യുമെൻറ്റ്സിൽ എപ്പോഴും ഒരു റൂട്ട് എലമെൻറ്റ് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. Second one is XML Prolog. XML version is equal to 1.0. This line is called the XML Prolog. The XML Prolog is optional. If it exists, it must come first in the document. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഏറ്റവും തുടക്കത്തിൽ എഴുതുന്നതാണ് XML Prolog എന്ന് പറയുന്നത്. അത് വേണമെന്നില്ല, ഓപ്ഷനിലുമാണ്. തേർഡ് വൺ ഈസ് ഓൾ XML elements must have a closing tag. അപ്പോൾ XML elements എഴുതുന്നതിനെല്ലാം എന്ത് കണ്ടിരിക്കണം, ഒരു ക്ലോസിംഗ് ടാഗ് കണ്ടിരിക്കണം. HTML-ലാണെങ്കിൽ എന്താണ് ക്ലോസിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ടാഗുകളുണ്ട്. എന്നാൽ XML-ലെ എല്ലാ ടാഗുകളും omit the closing tag. All elements must have a closing tag. എന്താണ് ക്ലോസിംഗ് ടാഗ് ഇല്ലാതെ എഴുതുന്നതെന്ന് പറയുന്നത് ഇല്ലീഗലായിരിക്കും. എല്ലാ എലമെൻസിനും എന്താണ് ക്ലോസിംഗ് ടാഗ് കണ്ടിരിക്കണം. Then fourth one is XML tags are case sensitive. നമ്മൾ പറഞ്ഞായിരുന്നു XML ടാഗ് കേസ് സെൻസിറ്റീവ് ആണെന്ന്. XML tags are case sensitive. അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ ഫസ്റ്റ് ലെറ്റർ എഴുതി സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞ ടാഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ടാഗ്. സ്മോൾ ലെറ്റേഴ്സ് എഴുതിയ ലെറ്റർ എന്നുള്ള ആ ടാഗ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് മസ്റ്റ് ബി റിട്ടൺ വിത്തിൻ ദ സെയിം കേസ്. അതായത് ഓപ്പണിംഗ് റെഫർ ടു സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടാഗ്. ഓപ്പണിംഗ് ടാഗിനെ പറയുന്ന പേര് സ്റ്റാർട്ടിംഗ് ടാഗ് എന്നും അതുപോലെ ക്ലോസ് ടാഗിനെ നമുക്ക് എൻഡ് ടാഗ് എന്നും വിളിക്കാൻ പറ്റും. അപ്പം XML ടാഗുകൾ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. ഫിഫ്ത്ത് വൺ, XML പ്രോപ്പർലി നെസ്റ്റഡ്. XML എലമെൻറ്റ്സ് പ്രോപ്പറായിട്ട് നെസ്റ്റ് ചെയ്തിരിക്കണം. അതായത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം പ്രോപ്പറായിട്ടായിരിക്കണം ഇടേണ്ടത്. ഒരു എലമെൻറ്റ് കഴിഞ്ഞ ശേഷം അടുത്ത ടാഗ് നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ ആ ക്ലോസ് ചെയ്യുന്നത് എപ്പോഴും കറക്റ്റായിട്ടായിരിക്കണം. ഇതേ പ്രോപ്പർട്ടി തന്നെ നമുക്ക് എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ HTML-ൻ്റെ അകത്തും അതുപോലെ തന്നെ. അതായത് നെസ്റ്റിംഗ് ചെയ്യുന്ന അതിൻ്റെ അകത്ത് ക്ലോസിങ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ XML all the elements must be properly nested within each other. താഴെ പറഞ്ഞിരിക്കുന്നുണ്ട് A എന്ന് പറഞ്ഞ ഒരു ടാഗ്, അത് കഴിഞ്ഞ ശേഷം B എന്നൊരു ടാഗ്, B ക്ലോസ് ചെയ്ത ശേഷമായിരിക്കണം നമ്മൾ A ക്ലോസ് ചെയ്യുന്നത്. സിക്സ്ത് വൺ ഈസ് XML ആട്രിബ്യൂട്ട് വാല്യൂസ് മസ്റ്റ് ഓൾവേസ് ബി കോട്ടഡ്. XML-ൻ്റെ അകത്തെ ആട്രിബ്യൂട്ട് വാല്യൂ എപ്പോഴും എന്താണ് കോഡ് ചെയ്യണം. അതായത് ഡബിൾ കോഡ്സിൻ്റെ അകത്തായിരിക്കണം എഴുതുന്നത്. XML elements can have attributes in name or value pairs just like in HTML. HTML-ലെ പോലെ തന്നെയാണ് നമ്മൾ വാല്യൂസ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. In XML the attribute values must always be quoted. എക്സാമ്പിൾ ആണ് ബുക്സ് lang is equal to വാല്യൂ കൊടുത്തേക്കാണ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് EN എന്നുള്ളത്. അപ്പം പ്രോപ്പറായിട്ട് XML-ൻ്റെ എലമെൻറ്റ്സ് നെസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആട്രിബ്യൂട്ടിൻ്റെ Then seventh one is XML Comments. The syntax for writing comments in XML is similar to that of HTML. HTML-നെ പോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തും കമൻറ്റ്സ് എഴുതി കൊടുക്കുന്നത്. ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പിന്നെ എന്താണ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, പിന്നെ അത് കഴിഞ്ഞ് എന്താണ് 2 ഹൈഫൻ കമൻറ്റ് ലൈൻ 2 ഹൈഫൻ പിന്നെ എന്ത് ചെയ്തു ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അത് നമ്മൾ HTML-ൻ്റെ അകത്ത് കമൻറ്റ്സ് എഴുതുന്നത് പോലെ തന്നെയാണ് XML-ൻ്റെ അകത്ത് നമ്മൾ കമൻറ്റ്സ് എഴുതുന്നത്. Today's assignment question is what are the differences between XML and HTML? Second question, explain XML syntax and structure. First question, what are the difference between XML and HTML? Second question, explain XML syntax and structure.